ഹലോ പത്രമാറ്റ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിലുണ്ടല്ലോ, നമ്മുടെ അടുക്കള രണ്ടായിട്ട് തന്നെ ഇരിക്കുവായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ നവ്യയും നമ്മുടെ ജലജയും വന്നിട്ട് ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, നേരത്തെ എങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ തന്നെ മതി, ഞങ്ങളുടെ ഭക്ഷണമൊക്കെ ഞങ്ങൾ തന്നെ വെച്ചോളാം എന്ന് നമ്മുടെ നയനയോടും ദേവയാനിയോടും വന്ന് പറയുവാണേ. അപ്പൊ നയന ഒന്നും പ്രതികരിക്കുന്നൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മുത്തശ്ശിനോട് പറയുന്നുണ്ട്, നവീന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടിയുണ്ട്, അതാരാണെന്ന് കണ്ടുപിടിച്ച് അത് കല്യാണം നടത്തണമെന്നാണ് അവന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാട്ടോ. അപ്പൊ അത് നന്ദു ആണെന്ന് അറിയുമ്പോഴായിരിക്കും അടുത്തൊരു ഞെട്ടൽ വരുന്നത് അല്ലെ. പിന്നീട് നമ്മുടെ നവ്യയെ നമ്മുടെ ചില ചൂട് പിടിപ്പിക്കുന്ന രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ നവ്യയോട് പറയുന്നുണ്ട്, നീ ഇനി വല്ല പരസ്യത്തിന് അഭിനയിക്കണമെന്നെങ്കിൽ അഭിനയിച്ചോ മോളെ, ഇനി നമ്മൾക്ക് ആര് ചെലവിന് തരാനാണ്, ഇനി അഭി തിരികെ ജയിലിൽ നിന്ന് വന്നാൽ പോലും അവന് ജോലി ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം പോലും സംശയമാണ്, അതുകൊണ്ട് നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തു, ഇവിടെ ആരും നിന്നോട് ചോദിക്കാനൊന്നും വരത്തില്ല എന്ന് നമ്മുടെ നവ്യയോട് പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ജലജ അഭിനെ പോയി കാണുന്നുണ്ട്. അപ്പൊ അഭി പറയുന്നുണ്ട്, നമ്മുടെ നവ്യേനെ ഇപ്പോൾ നമ്മുടെ കൂടെ നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അവളുമായിട്ട് അവളുടെ അനിയത്തിമാരെ തെറ്റിപ്പിരിക്കണം, എന്നിട്ട് അവൾ വഴി അനന്തപുര തറവാട്ടിൽ നിന്നും അവളുടെ അനിയത്തിമാരെ പടിയിറക്കണം, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ അമ്മേ എന്നൊക്കെ പറയുവാണ്. അപ്പൊ ജലജ അതിനുള്ള ബുദ്ധി എന്താ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി നമ്മുടെ നവ്യനെ കൂടുതൽ ചൂട് പിടിപ്പിക്കാൻ വരുന്ന ഒരു രംഗങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്ന് തന്നെ കാണട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.